നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ്. നമ്മൾ ഇതുവരെ പറഞ്ഞു നിർത്തിയത് ആൻറ്റി ഹെർമിഷ്യൻ വരെയാണ് അല്ലേ? ആൻറ്റി ഹെർമിഷ്യൻ മെട്രിക്സ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. സോ 16th നോ 17th മെട്രിക്സ് ആണ് ഓർത്തോഗണൽ മെട്രിക്സ്. 17th one is orthogonal മെട്രിക്സ്. സോ ഓർത്തോഗണൽ മെട്രിക്സ് റിയൽ സ്പേസിൽ ഇതിൻ്റെ കോംപ്ലക്സ് സ്പേസ് വരുമ്പോഴാണ് യൂണിറ്ററി മെട്രിക്സ് നമ്മൾ പറയുന്നത്. സോ ഇതെല്ലാം സ്ക്വയർ മെട്രിക്സിനാണ് ഡിഫൈൻ ചെയ്തേക്കുള്ളത്. എ സ്ക്വയർ മെട്രിക്സ് is called an orthogonal matrix if A transpose equal to A transpose A is equal to I. ഇതാണ് ഇതിൻ്റെ പ്രോപ്പർട്ടി, ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കണം. ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഓർത്തോഗണൽ മെട്രിക്സ്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് orthogonal matrix will be either +1 or -1. ഇത് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ പ്രൂഫ് നമുക്ക് നോക്കാം. പ്രൂഫ് പറയുകയാണെങ്കിൽ ബേസിക് ഡെഫിനിഷനിൽ നിന്ന് തന്നെ തുടങ്ങണം. എ ട്രാൻസ്പോസ് ഐ ആണ്. നമുക്ക് ഡിറ്റർമിനൻ്റ് ബോത്ത് സൈഡ്സിൽ എടുക്കുമ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് ഐ എന്ന് വരും. ഇതിന് ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ബി ആണ്. ഓക്കെ, ഡിറ്റർമിനൻ്റ് ഓഫ് പ്രോപ്പർട്ടിയാണ്. സോ ഇതിന് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയും. ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ ട്രാൻസ്പോസ് അല്ലേ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് യൂണിറ്ററി മെട്രിക്സ് 1 ആണ്. ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറയുന്നതും ഡിറ്റർമിനൻ്റ് ഓഫ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നതും രണ്ടും ഈക്വലാണ്. ആ പ്രോപ്പർട്ടി അനുസരിച്ച് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. ഇതിനെ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്താണ്? +or-1, ഹെൻസ് പ്രൂവ്ഡ്. ഇതാണ് ഇതിൻ്റെ പ്രൂഫ്. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടി ഫോർ ഓർത്തോഗണൽ മെട്രിക്സസ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ ട്രാൻസ്പോസിനോട് ഈക്വൽ ആയിരിക്കും. ഇൻവേഴ്സ് എടുക്കണമെങ്കിൽ ജസ്റ്റ് ട്രാൻസ്പോസ് എടുത്താൽ മതി ആ മെട്രിക്സിൻ്റെ. വളരെ എളുപ്പമല്ലേ? ഇത് നമുക്ക് ഡയഗണലൈസേഷൻ ചെയ്യുമ്പോഴൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് നമുക്ക് നോക്കാൻ വേണ്ടി എ ട്രാൻസ്പോസ് എന്ന് വെച്ചാൽ എന്താണ്? ഐ ആണ്. എ ട്രാൻസ്പോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐനെ നമുക്ക് എ ഇൻവേഴ്സ് എന്ന് എഴുതിക്കൂടെ? സോ ഒന്ന് ഇക്വേറ്റിംഗ് വി വിൽ ഗെറ്റ് വാട്ട്? എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ഇൻവേഴ്സ്. വളരെ എളുപ്പമായിട്ടുള്ള പ്രൂഫാണ്. ഇനി തേർഡ് വൺ, ഈച്ച് റോ ആൻഡ് ഈച്ച് കോളം ഓഫ് ആൻ orthogonal matrix can be treated as normalized vector. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി, പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പ്രോപ്പർട്ടിയാണ്. സോ നമുക്കിപ്പം RI എന്ന് പറയുന്ന ഇത്ര ആണെങ്കിൽ ഇതിൻ്റെ ഡാഗർ RI ഈക്വൽ ടു എപ്പോഴും 1 ആയിരിക്കും. CJ ഡാഗർ CJ ഈക്വൽ ടു എപ്പോഴും 1 ആയിരിക്കും. ഇതാണ് ആ രണ്ട് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ്. RI എന്ന് പറയുന്നത് വെക്റ്റർ കറസ്പോണ്ടിങ് ടു ദ ith റോ, CJ എന്ന് പറയുന്നത് വെക്റ്റർ കറസ്പോണ്ടിങ് ടു jth റോ. പിന്നെ വേറെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് RI ഡാഗർ RJ ഓർത്തോഗണൽ ആയിരിക്കും ഫോർ I നോട്ട് ഈക്വൽ ടു J. I ഈക്വൽ ടു Jക്ക് നോർമലൈസ്ഡ് ആയിരിക്കും, നോട്ട് ഈക്വൽ ടു ഇത് ഓർത്തോഗണൽ ആയിരിക്കും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റൊട്ടേഷൻ മെട്രിക്സ് പറയുന്നത് ഇപ്പോൾ A ഈസ് ഈക്വൽ ടു 1 0 0 0 0 cos theta minus sin theta cos theta. ഇതൊരു ഓർത്തോഗണൽ മെട്രിക്സിന് എക്സാമ്പിളാണ്. കാരണം എ ട്രാൻസ്പോസ് ഐ വരും. ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ റോയിലെ ഓരോ എലമെൻറ്റും
സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും 1 ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ നോക്കുക, സെക്കൻഡ് 1 സ്ക്വയർ പ്ലസ് 0 പ്ലസ് 0 = 1 ഫസ്റ്റ് റോ. സെക്കൻഡ് റോ എടുത്തു കഴിഞ്ഞാൽ 0 സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഇതെന്തുമായിരിക്കും? എപ്പോഴും 1 ആയിരിക്കും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി പറയാൻ. അതായത് റോയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. റോ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. ഇത് യഥാർത്ഥത്തിൽ വരുന്നത് വെച്ചാൽ RI ഇൻറ്റു RI, ഇതേ ഇൻറ്റു ഇതെന്നാണ്. അതായത് സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് റോ എന്നാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തുവാണ്? 1 ആണ് കിട്ടുന്നത്. സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്താലും മതി. ഈ RI ഡാഗർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡാഗർ എടുക്കണം. റോ എടുക്കുമ്പോൾ കോളം വരും. ഇൻറ്റു ഇത് റോ എടുക്കുമ്പോഴത്തേക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 0 സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് മൈനസ് സൈൻ തീറ്റ ഹോൾ സ്ക്വയർ എന്ന് വരും. അത് 1 ആണ്. അപ്പോൾ അത് നോർമലൈസ്ഡ് ആണ്. ഇനിയിപ്പം 2 റോ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലോ 1 ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു കോസ് തീറ്റ പ്ലസ് 0 ഇൻറ്റു മൈനസ് സൈൻ തീറ്റ. അതെപ്പോഴും ഉണ്ട് ഓർത്തോഗണലാണ്. ഏത് രണ്ടും ഇതിപ്പം 1ഉം 2ഉം, ഇതിപ്പോൾ ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, 1ഉം 2ഉം കൂടെ എടുക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. ഇനിയിപ്പോൾ 2ഉം 3ഉം കൂടെ റോയും കൂടെ മൾട്ടിപ്ലൈ എന്ത് കിട്ടും? 0 ഇൻറ്റു 0. അപ്പോൾ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് മൈനസ് സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. ഇതെപ്പോഴും എന്താണ്? 0 ആണ്. അപ്പോൾ അത് കറക്റ്റാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, നമുക്ക് ഇതിനെ വെച്ചൊരു പ്രോബ്ലം ഉണ്ട്. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇഫ് ABC = P, ABC എന്ന് പറയുന്നത് P ആണ്, ആൻഡ് A = ABC CAB BCA. ഇതിനകത്ത് A ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണെന്ന് അവർ പറയുന്നുണ്ട്. A ഈസ് ആൻ ഓർത്തോഗണൽ മെട്രിക്സ്. അത് അവർ പറയുന്നുള്ള കാര്യം. A ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണ്. ദെൻ വാല്യൂ ഓഫ് A പ്ലസ് B പ്ലസ് C എന്താണ്? വാല്യൂ ഓഫ് A പ്ലസ് B പ്ലസ് C എങ്ങനെ ചെയ്യും? ഞാൻ നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇപ്പം ഫസ്റ്റ് റോ എടുക്കുവാണെങ്കിൽ R1.R1 ഡാഗർ എടുക്കണമെന്ന് കാര്യമില്ല. കാരണം എന്താണ്? ഇവിടെ റിയൽ വാല്യൂസേ ഉള്ളൂ, കോംപ്ലക്സ് വാല്യൂസ് ഒന്നുമില്ല. അപ്പോൾ R1.R1 എന്ന് പറയുമ്പോൾ എന്തുവാണ്? നമുക്കറിയാം A² പ്ലസ് B² പ്ലസ് C². ഇതെപ്പോഴും 1 ആണ് ഓർത്തോഗണൽ പ്രോപ്പർട്ടി അനുസരിച്ച്. ദെൻ R1.R2 എന്താണ്? AC പ്ലസ് BC പ്ലസ് AB. ഇതെപ്പോഴും 0 ആണ് അല്ലേ? നമുക്കറിയാം ഒരു ഫോർമുല ഉണ്ട്. A പ്ലസ് B പ്ലസ് C ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു A² പ്ലസ് B² പ്ലസ് C² പ്ലസ് 2 ഇൻറ്റു AB പ്ലസ് BC പ്ലസ് CA അല്ലേ? ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, A പ്ലസ് B പ്ലസ് C. പക്ഷേ A² പ്ലസ് B² പ്ലസ് C² 1 ആണെന്നറിയാം, പ്ലസ് 2 ഇൻറ്റു ഇത് 0 ആണെന്നറിയാം. അപ്പോൾ A പ്ലസ് B പ്ലസ് C എന്താണ്? പ്ലസ് ഓർ മൈനസ് 1 ആണ്. കാരണം ഇത് 0 ആയിപ്പോവും, ഇത് 1 പ്ലസ് 0 ആണ്. അപ്പോൾ A പ്ലസ് B പ്ലസ് C ഹോൾ സ്ക്വയർ = 1, വിച്ച് മീൻസ് A പ്ലസ് B പ്ലസ് C പ്ലസ് ഓർ മൈനസ് 1. കണ്ടോ? ആ പ്രോപ്പർട്ടി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ പ്രോപ്പർട്ടി പഠിക്കേണ്ട വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇനി നെക്സ്റ്റ് മെട്രിക്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. എത്രാമത്തെ മെട്രിക്സ് ആണ്? 18th മെട്രിക്സ് ആണ്. 18th നമ്പർ മെട്രിക്സ് ആണ് യൂണിറ്ററി മെട്രിക്സ്. ഇതെല്ലാം ക്വാണ്ടം മെക്കാനിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മെട്രിക്സസ് ആണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് എ സ്ക്വയർ മെട്രിക്സ് A is called a unitary matrix. A is called a unitary matrix if A dagger A is equal to A dagger is equal to I. ഒരു ഡയഗ്രം വന്നു. ഡയഗ്രം എന്ന് വെച്ചാൽ എന്താണ്? കോഞ്ചുഗേറ്റ് എടുത്തിട്ട് ട്രാൻസ്പോസ് എടുക്കുക, അല്ലെങ്കിൽ ട്രാൻസ്പോസ് എടുത്തിട്ട് കോഞ്ചുഗേറ്റ് എടുക്കുക. ഇത് രണ്ടും ഈക്വലാണ്. ഇതിനാണ് ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പം റിയൽ ഓർത്തോഗണൽ മെട്രിസസ് ആർ യൂണിറ്ററി ഇൻ നേച്ചർ. ഇതൊരു പോയിൻ്റാണ്, പഠിച്ചു വയ്ക്കുക ഇത് കൂട്ടാൻ. കാരണം നമുക്ക് ട്രൂ ഓർ ഫാൾസ്, അതായത് മോർ ദാൻ വൺ ഓപ്ഷൻ കറക്റ്റിലൊക്കെ ഇങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെന്ന് ചോദിക്കുക. അതുകൊണ്ട് നമ്മളിത് പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. ഇനി ഇതിനും പ്രോപ്പർട്ടീസ് ഉണ്ട്. പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കുക, കാരണം അത് നമുക്ക് പെട്ടെന്ന് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഡിറ്റർമിനൻറ്റ് ഓഫ് ആൻ യൂണിറ്ററി മെട്രിക്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിൽ ഹാവ് യൂണിറ്റ് മോഡുലസ് ആണ്. ഡിറ്റർമിനൻ്റ് ഒരിക്കലും 1 അല്ല, യൂണിറ്റ് മോഡുലസ്. അതായത് ഇപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറയുന്നത് സപ്പോസ് 1/√2 പ്ലസ് I/√2. സോറി, എ എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്നിരിക്കട്ടെ. ഡിറ്റർമിനൻ്റ്
ഡിറ്റർമിനൻറ്റ് എ എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്നിരിക്കട്ടെ. ഇനി മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇവിടെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1/√2 ഹോൾ സ്ക്വയർ പ്ലസ് 1/√2 ഹോൾ സ്ക്വയർ. ഇങ്ങനെയല്ലേ മോഡുലസ് എടുക്കുന്നത്? ഇപ്പോൾ ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്മൾ കോംപ്ലക്സ് നമ്പർ പഠിക്കും. അപ്പോൾ മോഡ് ഇസഡ് എങ്ങനെ എടുക്കുന്ന? √() എങ്ങനെ എടുക്കും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ? അങ്ങനല്ലേ? മോഡ് അങ്ങനെയാണ് എടുക്കുന്നത്. മോഡുലസ് എന്ന് പറയുന്നത് √(1/2 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതെന്ത് കിട്ടും? 1/2 പ്ലസ് 1/2. എന്താണ് 1? അപ്പോൾ ഇങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്. എപ്പോഴും 1 അല്ല, യൂണിറ്റ് മോഡുലസ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഫോർ യൂണിറ്ററി മെട്രീസസ് എ ഡാഗർ എപ്പോഴും എ ഇൻവേഴ്സ് ആണ്. എങ്ങനെ പ്രൂവ് ചെയ്യാം? എ ഡാഗർ എന്താണ്? ഐ ആണെന്ന് അറിയാം ഫ്രം ദ ഡെഫിനിഷൻ. ഇനി എ ഡാഗർ ഐന് വരെ എന്ത് എഴുതാം? എ ഇൻവേഴ്സ്. അപ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ബോത്ത് സൈഡ്സ് എ ഡാഗർ ഈക്വൽ ടു എ ഇൻവേഴ്സ്. ഹെൻസ് പ്രൂവ്. ഇനി ഇവിടെ നമുക്ക് പറയാം ഈച്ച് റോ ആൻഡ് ഈച്ച് കോളം ഓഫ് എ യൂണിറ്ററി മെട്രിക്സ് can be treated as normalized vector അല്ലേ? നേരത്തെ പറഞ്ഞ നമ്മൾ ഓർത്തോഗണൽ മെട്രിക്സിൽ പറഞ്ഞ കാര്യം തന്നെ ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, എനി ടു റോസ് ഓർ എനി ടു. അപ്പോൾ നിങ്ങളിത് എഴുതി വെച്ച് പഠിക്കണമെന്ന് ഈ പ്രോപ്പർട്ടീസ്, എന്നാലേ ഇത് മനസ്സിരിക്കത്തുള്ളൂ. ഓക്കെ, എനി ടു റോസ് ഓർ എനി ടു കോളം ഓഫ് എ യൂണിറ്ററി മെട്രിക്സ് can be treated as orthogonal vectors. ഇത് ടിഫറിനും ജസ്റ്റിനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. ഈ പ്രോപ്പർട്ടീസ് അറിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പാടായിട്ട് വരും. അപ്പോൾ ഇതാണ് പോയിൻ്റ് ആയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് പറയാനുള്ളത് ഇതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് യൂണിറ്ററി മെട്രിക്സ് ഓർത്തോഗണൽ മെട്രിക്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇഫ് എ ആൻഡ് ബി ആർ ഓർത്തോഗണൽ മെട്രിക്സ്. എ ആൻഡ് ബി എന്താണ്? ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് അല്ലേ? ഇഫ് എ ആൻഡ് ബി ആർ ഓർത്തോഗണൽ മെട്രിക്സസ് ദെൻ പ്രോഡക്റ്റ് എ ബി ആൻഡ് ബി എ വിൽ ഓൾസോ ബി ആൻ ഓർത്തോഗണൽ മെട്രിക്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് പ്രോപ്പർട്ടിയാണ്. അതെങ്ങനെ പ്രൂവ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൂഫ്. ഓക്കെ, എ ആൻഡ് ബി ആണ് ഓർത്തോഗണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എ ട്രാൻസ്പോസ് ഐ ആണ്, ബി ട്രാൻസ്പോസ് ഐ ആണ് അല്ലേ? ഇനി എ ബി ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണെന്ന് പറയുമ്പോൾ എ ബി ഇൻറ്റു എ ബി ഹോൾ ട്രാൻസ്പോസ് അല്ലേ? ഇങ്ങനെ എടുക്കുമ്പോൾ ഐ കിട്ടണം. അപ്പോൾ നമുക്കിത് വെച്ച് എന്ത് ചെയ്യാം? ഇത് ഡിറ്റർമിനൻ്റ് പ്രോപ്പർട്ടി അല്ല, ഈ ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് എ ബി ഹോൾ ട്രാൻസ്പോസ് എന്ന് വെച്ചാൽ ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് എന്ന് എഴുതാം അല്ലേ? ഇനി ഇത് നോക്കിയേ, എ ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്. ബി ട്രാൻസ്പോസ് എന്തുവാ? ബി ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആയതുകൊണ്ട് ബി ട്രാൻസ്പോസ് എപ്പോഴും ഐ ആയിരിക്കും. സോ എ ഇൻറ്റു ഐ ഇൻറ്റു എ ട്രാൻസ്പോസ് അല്ലേ? എ ഇൻറ്റു ഐ എന്താണ്? എ ആണ്. ഇൻറ്റു എ ട്രാൻസ്പോസ് എന്താ? ഐ. സോ നോക്കൂ, എ ബി ഇൻറ്റു എ ബി ഹോൾ ട്രാൻസ്പോസ് ഐ ആണ്. സോ എ ബി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓർത്തോഗണൽ മെട്രിക്സ്. എ ബി ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണ്. സിമിലർലി നമുക്ക് ബി എയും ഇത് കൂട്ട് തന്നെ എഴുതാം. ബി എ ഇൻറ്റു ബി എ ഹോൾ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? ബി എ ഇൻറ്റു എ ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ് കിട്ടും. സോ ബി ഇൻറ്റു എ ട്രാൻസ്പോസ് ഐ ആണ്, ഇൻറ്റു ബി ട്രാൻസ്പോസ് എന്ന് എഴുതാം. ഇത് ഐ എന്ന് കിട്ടും. സിമിലർലി നമുക്ക് പോയാം. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്, ഓർത്തിരിക്കുക. ഇതേ സെയിം കാര്യം തന്നെ ഇഫ് എ ആൻഡ് ബി ആർ, സെക്കൻഡ് വൺ, ഇഫ് എ ആൻഡ് ബി ആർ യൂണിറ്ററി മെട്രിക്സ് ആണെങ്കിൽ ദെൻ പ്രോഡക്റ്റ് എ ബി ആൻഡ് ബി എ വിൽ ഓൾസോ ബി എ യൂണിറ്ററി മെട്രിക്സ്. സെയിം ആർഗ്യുമെൻറ്റ് വെച്ച് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ അതിന് പ്രൂഫ് എഴുതുന്നില്ല, കാരണം സെയിം ആർഗ്യുമെൻ്റാണ്. ഈ പറഞ്ഞത് കൂട്ട് തന്നെ നമുക്ക് അത് വെച്ച് പ്രൂവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ, ഇഫ് എ ഈസ് ആൻ ഓർത്തോഗണൽ മെട്രിക്സ്, എ ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ ദെൻ എ ട്രാൻസ്പോസ് ആൻഡ് എ ഇൻവേഴ്സ് ആർ ഓർത്തോഗണൽ മെട്രിക്സ്. എ ട്രാൻസ്പോസ് ആൻഡ് എ ഇൻവേഴ്സ് ആർ ഓർത്തോഗണൽ മെട്രിസസ്. അതെങ്ങനെ പ്രൂവ് ചെയ്യാം? പ്രൂഫ്, അതായത് എ ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ എ ട്രാൻസ്പോസും എ ഇൻവേഴ്സും ഓർത്തോഗണൽ മെട്രിക്സ് ആണ്. പ്രൂഫ് നമുക്ക് പറയാം, എ ഓർത്തോഗണൽ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എ ട്രാൻസ്പോസ് എപ്പോഴും ഐ ആയിരിക്കും.
ഇതിവിടെ ഇരിക്കട്ടെ. ഇനി എ ട്രാൻസ്പോസ് ഒരു ഓർത്തോഗണൽ ആണെങ്കിൽ എ ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ് ഇതെപ്പോഴും ഐ കിട്ടട്ടെ. ഓക്കെ, എ ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ് എന്തോ ഇതെപ്പോഴും ഐ ആയിരിക്കും, സോറി എ ആയിരിക്കും അല്ലേ. എ ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ് എന്ന് വെച്ചാൽ എ ആണ്. സോ എ ട്രാൻസ്പോസ് ഇൻറ്റു എ എന്ന് എഴുതാം. ഇതെന്താണ് എ ട്രാൻസ്പോസ് എന്ന് എഴുതാം. എ ട്രാൻസ്പോസ് എന്താണ് ഐ ആണ്, കാരണം എ ഒരു ഓർത്തോഗണലാണ്. പ്രൂവ് ചെയ്ത് വളരെ എളുപ്പമുള്ള പ്രൂഫ്. ഇനി എ ഇൻവേഴ്സ് എങ്ങനെ പ്രൂവ് ചെയ്യും? എ ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ഹോൾ ട്രാൻസ്പോസ് എന്ന് എടുക്കണം. എഴുതാമല്ലോ, ഇതെപ്പോഴും ഐ ആന്ന് കിട്ടണം അല്ലേ. അപ്പം ഇതിനെങ്ങനെ എഴുതാം? എ ഇൻവേഴ്സ് ഇൻറ്റു എ ട്രാൻസ്പോസ് ഹോൾ ഇൻവേഴ്സ് എന്ന് എഴുതാം. എഴുതിക്കൂടെ? എഴുതാം. സോ നമുക്കിത് ഐ എന്ന് കിട്ടണം അല്ലേ. സോ എ ഇൻവേഴ്സ് ഇൻറ്റു എ ട്രാൻസ്പോസ് ഹോൾ ഇൻവേഴ്സ്. അപ്പോൾ ഇതിനെ എ ഇൻവേഴ്സ് എ എന്ന് എഴുതാം. ട്രാൻസ്പോസ് എടുത്തിട്ട് ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? എ ഇൻവേഴ്സ് ഇൻറ്റു എ ട്രാൻസ്പോസ് ഹോൾ ഇൻവേഴ്സ് അല്ലേ. നമുക്ക് എ ബി ഹോൾ ഇൻവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എഴുതിക്കൂടെ? ഇതൊരു പ്രോപ്പർട്ടിയാണ്, നമ്മൾ ഇൻവേഴ്സൊക്കെ പഠിക്കുമ്പോൾ പറയുന്ന പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ എ ട്രാൻസ്പോസ് ഹോൾ ഇൻവേഴ്സ് എന്ന് എഴുതാം. കാരണം എ ട്രാൻസ്പോസ് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇങ്ങനെയല്ല, സോറി, അതായത് ഇങ്ങനെ എഴുതാൻ പറ്റും. എ ട്രാൻസ്പോസ് എ ഹോൾ ഇൻവേഴ്സ് ഇങ്ങനെ എഴുതാൻ പറ്റും, കാരണം ഈ പ്രോപ്പർട്ടി അനുസരിച്ച്. ബട്ട് എ ട്രാൻസ്പോസ് എ നമുക്ക് എ ട്രാൻസ്പോസ് എന്ന് എഴുതാം, ഹോൾ ഇൻവേഴ്സ്. ഇത് ഐ ആണ്. അപ്പോൾ ഐ ഇൻവേഴ്സ് എന്ന് വെച്ചാൽ ഐ തന്നെയാണ്. ഇങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇത് ഈ പ്രോപ്പർട്ടി അനുസരിച്ചാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രോപ്പർട്ടി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് എ ഈസ് എ ഹെർമീഷ്യൻ മെട്രിക്സ്. ഓക്കെ, ഹെർമീഷ്യൻ മെട്രിക്സ്, then e raised to ia will be a unitary matrix. വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. എ ഹെർമിഷ്യൻ ആണ്, ഇ റേസ് ടു ഐ എ യൂണിറ്ററി ആയിരിക്കും. അപ്പോൾ എ ഹെർമിഷ്യൻ ആണെങ്കിൽ എ ഡാഗർ എ ആണല്ലോ. ഇനി ഇ റേസ് ടു ഐ എ ഇതൊരു യൂണിറ്ററി ആണെന്ന് പറയാൻ ഇ റേസ് ടു ഐ എ ഹോൾ ഡാഗർ എടുക്കണം. ഇത് ഐ കിട്ടണം അല്ലേ. ഇതെടുക്കുമ്പോൾ ഇ റേസ് ടു ഐ എ ഇൻറ്റു ഇ റേസ് ടു ഐ ഡാഗർ ഇൻറ്റു എ ഡാഗർ എന്ന് കിട്ടും അല്ലേ. ഇ റേസ് ടു ഐ എ ഇൻറ്റു ഇത് ഇ റേസ് ടു മൈനസ് എ ഡാഗർ എ ആണ് അല്ലേ. ഇ റേസ് ടു ഐ കാരണം ഹെർമിഷ്യനാണ്, മൈനസ് ഐ എ. ഇതെന്താണ്? 1 എന്നല്ല ഐ എന്നാണ്. സോ ഹെർമിഷ്യൻ യൂണിറ്ററിയാണ് നമ്മൾ പ്രൂവ് ചെയ്ത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. നമ്മളിപ്പോൾ പഠിച്ച ഇത്രയും വെച്ചുകൊണ്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഹെർമീഷ്യൻ ആണെന്ന് പറയുന്നുണ്ട്. എ ഹെർമീഷ്യൻ ആണ്. ഓക്കെ, ആൻഡ് സി ആൻഡ് ഡി ആർ യൂണിറ്ററി മെട്രിക്സ് എന്ന് പറയും. ഹെർമീഷ്യൻ മെട്രിക്സ്. ഓക്കെ, ഞാൻ ഫുള്ള് എഴുതുന്നില്ല, നമുക്ക് കുറേ കാര്യം പറയാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഫുള്ള് എഴുതാത്തത്. അപ്പോൾ ഇങ്ങനെ പറയാം, നിങ്ങൾ ഫുള്ളായിട്ട് എഴുതിയെടുക്കുക. എ ഒരു ഹെർമിഷ്യൻ, ഇഫ് എ ഇസ് എ ഹെർമീഷ്യൻ മെട്രിക്സ്, ലെറ്റ് എ ബി ആൻ ഹെർമീഷ്യൻ മെട്രിക്സ് ആൻഡ് സി ആൻഡ് ഡി ബി ദ യൂണിറ്ററി മെട്രിക്സസ്. ഓക്കെ, then which one of the following is unitary? Options ഉണ്ട്. 1 C inverse AC, 2 C inverse DC. ഇത് ജസ്റ്റിന് വന്ന പ്രോബ്ലമാണ്. ഓക്കെ, ജസ്റ്റ് 2019 വന്ന പ്രോബ്ലമാണ്. മാത്തമാറ്റിക് ഫിസിക്സിൻ്റെ മെട്രിക്സസ് ഭാഗത്തുനിന്ന് വന്നതാണ്. തേർഡ് വൺ ഈസ് C inverse AD. ഫോർത്ത് വൺ ഈസ് A inverse CD. ഓക്കെ, നമുക്ക് നോക്കാം. C inverse DC നമുക്ക് എടുത്ത് നോക്കാം അല്ലേ. ഇതിനകത്ത് ഏതാണ് യൂണിറ്ററി എന്ന് ചോദിച്ചേക്കുന്നത് അല്ലേ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മെട്രീസസ് ആർ
യൂണിറ്ററി ഇങ്ങനെയാണോ ചോദിച്ചേക്കുന്നത്. അപ്പോൾ സി ഇൻവേഴ്സ് യൂണിറ്ററി ആവാൻ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഇതേ ഇൻറ്റു ഇതിൻ്റെ ഡാഗർ എപ്പോഴും എന്തായിരിക്കണം, ഐ ആയിരിക്കണം, നല്ല യൂണിറ്ററി ആവത്തുള്ളൂ. അപ്പോൾ നമുക്ക് എൽ എച്ച് എസ് എടുക്കാം. എൽ എച്ച് എസ് എന്ന് പറയുമ്പോൾ സി ഇൻവേഴ്സ് ഡി സി ഇൻറ്റു സി ഇൻവേഴ്സ് ഡി സി ഓൾ ഡാഗർ എടുക്കണം. അപ്പം നമുക്കറിയാം എ ഹെർമീഷൻ ആണെങ്കിൽ എ ഡാഗർ ഐ ആണെന്നറിയാം അല്ലേ, സി ഡാഗർ ഐ ആണെന്നറിയാം, ഡി ഡാഗർ ഐ ആണെന്നറിയാം. സി ഈസ് എ യൂണിറ്ററി ആണെങ്കിൽ നമുക്കറിയാം സി ഇൻവേഴ്സും യൂണിറ്ററി ആണ്, സി ഇൻവേഴ്സ് ഓൾസോ ഈസ് യൂണിറ്ററി. ഡി ഇൻവേഴ്സും യൂണിറ്ററി ആണ്, ഡി ഇൻവേഴ്സ് ഓൾസോ യൂണിറ്ററി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ പ്രോപ്പർട്ടി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നോക്കുക, ഇസ് ഈക്വൽ ടു സി ഇൻവേഴ്സ് ഡി സി ഇൻറ്റു ഇത് ഡാഗർ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സി ഡാഗർ ഡി ഡാഗർ സി ഇൻവേഴ്സ് ഹോൾ ഡാഗർ അല്ലേ, കിട്ടിയല്ലോ. ഇസ് ഈക്വൽ ടു നമുക്ക് സി ഇൻവേഴ്സ് ഡി സി ഇൻറ്റു സി ഡാഗർ ഡി ഡാഗർ, ഇത് സി ഡാഗർ ഹോൾ ഇൻവേഴ്സ് എന്ന് എഴുതാം, ഇൻ്റർചേഞ്ച് ചെയ്യാം, പ്രശ്നമില്ല. ഡാഗർ അകത്ത് കൊടുത്ത് ഇൻവേഴ്സ് വെളിയിൽ കൊടുത്ത്. അപ്പോൾ നമുക്ക് എന്തോ കിട്ടും, പറ. അപ്പം നമുക്ക് എന്തോ കിട്ടും, യൂണിറ്ററി ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ സി ഡാഗറും യൂണിറ്ററിയാണ്, സി ഡാഗർ അല്ല സി ഇൻവേഴ്സും യൂണിറ്ററി ആണെന്ന് നമുക്കറിയാം. പ്രോപ്പർട്ടി അനുസരിച്ച് നമ്മളിവിടെ പറഞ്ഞല്ലേ, ഇൻവേഴ്സിൻ്റെ ഒരു പ്രോപ്പർട്ടി അനുസരിച്ച് നമ്മളിവിടെ പറഞ്ഞു. ഇതാണ്ട് ഇവിടെ യൂണിറ്ററിക്കും അങ്ങനെ ഉണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ. യൂണിറ്ററിക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. ഓക്കെ, ഓക്കെ. അപ്പം നമ്മളിവിടെ പറഞ്ഞത് നമ്മളിങ്ങനെ എഴുതി അല്ലേ. ഇങ്ങനെ എഴുതിയപ്പോൾ നമുക്ക് വേണ്ട ഇവിടെ നോക്കുമ്പം സി ഡാഗർ, സി ഒരു യൂണിറ്ററി ആണെങ്കിൽ സി ഡാഗർ അപ്പോൾ എന്തായിരിക്കും, ഐ ആയിരിക്കും. പിന്നെ ഡി ഡാഗർ സി ഡാഗർ ഹോൾ ഇൻവേഴ്സ് എന്ന് എഴുതും. ഡി ഡാഗർ ഡിയും യൂണിറ്ററിയാണ്, അപ്പോൾ സി ഇൻവേഴ്സ് സി ഡാഗർ ഹോൾ ഇൻവേഴ്സ് എന്ന് എഴുതാം. എഴുതിക്കൂടെ? ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം, എ ബി ഹോൾ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സിൻ്റെ രൂപത്തിൽ എഴുതിക്കൂടെ? എഴുതാം. അപ്പം ഇതിനെ സി ഡാഗർ സി ഹോൾ ഇൻവേഴ്സ് എന്ന് എഴുതാം, കാരണം അങ്ങനെ എഴുതിക്കൂടെ? ഇതെന്ന് പറയുന്നത് സി ഡാഗർ ഹോൾ ഇൻവേഴ്സ് എന്ന് എഴുതാം. സി യൂണിറ്ററിയാണ്, അപ്പോൾ ഇത് എന്താണ്, ഐ ഇൻവേഴ്സ് ഇക്വൽ ടു ഐ. അപ്പം ഈ ഫോമാണ് സി ഇൻവേഴ്സ് ഡി സി ആണ് എപ്പോഴും യൂണിറ്ററി. ഓക്കെ, അത് സി ഇൻവേഴ്സ് ഡി സി. ഇതുപോലെ നിങ്ങൾ വേറെ എടുത്ത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഇവൺ എ 2x2 യൂണിറ്ററി മെട്രിക്സ്, ഒരു 2x2 യൂണിറ്ററി മെട്രിക്സ് തന്നിട്ടുണ്ട്. സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻ യു ഡാഗർ യു ഈക്വൾ ടു യു ഡാഗർ ഈസ് ഈക്വൾ ടു 1 ഫോർ ഐ. ഓക്കെ, വിത്ത് ദ ഡിറ്റർമിനൻറ്റ് ഓഫ് യു ഈസ് ഈക്വൾ ടു ഇ റേസ് ടു i5. Then question is, one can construct a unitary matrix V. V is a unitary matrix. One can construct a unitary matrix V with the determinant V is equal to 1 from it by multiplying, options ഇതാണ്, multiplying u by e raised to minus i5 by 2, b multiplying a single element of u by e raised to minus i5, c multiplying any row or column by e raised to minus i5 by 2, d multiplying u by
യു ബൈ ഇ റേസ് ടു മൈനസ് ഐ ഫൈ. അതായത് നമുക്കൊരു യൂണിറ്ററി മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യണം വി ഫ്രം യു ബൈ ഡൂയിങ് വിച്ച് ഓഫ് ദീസ് ഫോളോയിങ് ഓപ്ഷൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാവുന്നൊരു കാര്യം എന്താണ്, നമുക്കൊരു ഓപ്ഷൻ എടുത്ത് നോക്കാം. ഇപ്പോൾ എ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈങ് യു ബൈ ഇ റേസ് ടു മൈനസ് ഐ ഫൈ ബൈ ടു. ഇപ്പോൾ വി എന്ന് പറയുന്നത് യു ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഫൈ ബൈ ടു എന്നിരിക്കട്ടെ. അതായത് ഇ റേസ് ടു മൈനസ് ഐ ഫൈ ബൈ ടു ഇൻറ്റു യു അല്ലേ ആണ്. അപ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യം എന്താണ്, ഈ വി ഡാഗർ ഐ ആയിക്കഴിഞ്ഞാൽ അത് യൂണിറ്ററി ആവണം. അപ്പോൾ അത് കറക്റ്റ് ഓപ്ഷൻ ആവും. അപ്പം വി എന്ന് പറയുന്നത് യു ഇ റേസ് ടു മൈനസ് ഐ ഫൈ ബൈ ടു ഇൻറ്റു വി ഡാഗർ എന്ന് പറയുന്നത് യു ഇ റേസ് ടു മൈനസ് ഐ ഫൈ ബൈ ടു ഹോൾ ഡാഗർ. ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, യു ആണ് യു ഇ റേസ് ടു മൈനസ് ഐ ഫൈ ബൈ ടു ഇൻറ്റു ഇ റേസ് ടു ഐ ഫൈ ബൈ ടു ഇൻറ്റു യു ഡാഗർ എന്ന് കിട്ടും. അപ്പോൾ യു ഡാഗർ എന്ന് കിട്ടും. യു ഡാഗർ ഐ ആണ്, കാരണം ഇത് യൂണിറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. കണ്ടോ, വളരെ നമുക്ക് പ്രോപ്പർട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാവുന്ന തരത്തിലാണ് നമുക്കിത് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് പറയുന്നുണ്ട് ഡിറ്റർമിനൻ്റ് വി 1 ആവണം അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ കറക്റ്റാണെന്ന് നമുക്ക് കിട്ടി. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ട്രേസും കൂടെ ചെക്ക് ചെയ്യണം. ട്രേസ് നമ്മൾ ഇനി പറയത്തേ ഉള്ളൂ. അതിന് മുന്നേ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ട്രേസ് ഓഫ് കെ എ എന്ന് പറയുന്നത്, ട്രേസ് എന്ന് പറയുന്നത് സം ഓഫ് ദി പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ്. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കെ ഇൻറ്റു ട്രേസ് ചെയ്യുന്നതാണ്. കെ ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഓക്കെ, ഡിറ്റർമിനൻ്റ് ഓഫ് കെ എ എന്ന് പറയുന്നത് കെ റേസ് ടു എൻ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ ആണ്. ഈ രണ്ട് പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം. ഓക്കെ, കറക്റ്റ് ആണല്ലോ. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഓപ്ഷൻ ബി നമുക്ക് എന്താണ്, മൾട്ടിപ്ലൈങ് എ സിംഗിൾ എലമെൻറ്റ് ഓഫ് യു ബൈ ഇ റേസ് ടു മൈനസ് ഐ ഫൈ. ആ കേസ് എടുക്കുവാണെങ്കിൽ ഇപ്പോൾ യു എന്ന് പറയുന്നത് സപ്പോസ് എ ബി സി ഡി ആണ്. ഡിറ്റർമിനൻ്റ് ഓഫ് യു എന്താണ്, എ ഡി മൈനസ് ബി സി. അതാണ് ഇ റേസ് ടു ഐ ഫൈ എന്നിരിക്കട്ടെ. ഇനി വി എന്ന് പറയുന്നത് എവറി സിംഗിൾ എലമെൻറ്റിനെ മൾട്ടിപ്ലൈങ് എ സിംഗിൾ എലമെൻറ്റ് ഓഫ് യു ബൈ ഇ റേസ് ടു മൈനസ് ഐ ഫൈ. ഇ റേസ് ടു മൈനസ് ഐ ഫൈ ഇൻറ്റു എ ബി സി ഡി. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇ റേസ് ടു മൈനസ് ഐ ഫൈ ഇൻറ്റു എ ഡി മൈനസ് ബി സി. ഇതൊരിക്കലും 1 അല്ല. അപ്പോൾ ആ ഓപ്ഷൻ ഒരിക്കലും വരത്തില്ല. സെക്കൻഡ് ഓപ്ഷൻ മൾട്ടിപ്ലൈങ് എ സിംഗിൾ എലമെൻറ്റ് ഓഫ് യു ബൈ ഇ റേസ് ടു മൈനസ് ഐ ഫൈ. കാരണം വി ഡിറ്റർമിനൻ്റ് വി 1 ആയിരിക്കണമെന്ന് കണ്ടീഷൻ പറയുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ വെച്ച് ചെക്ക് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. ഇഫ് എ ഈസ് എ യൂണിറ്ററി മെട്രിക്സ്, if A is a unitary matrix expanded in terms of a Hermitian matrix H, അതായത് ഒരു ഹെർമീഷ്യൻ മെട്രിക്സ് എച്ചിൻ്റെ ടേംസിൽ യൂണിറ്ററി മെട്രിക്സ് എക്സ്പാൻഡ് ചെയ്തേക്കാണ് സച്ച് ദാറ്റ് യു ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ഐ പൈ എച്ച് ബൈ 2. ഓക്കെ, ഇത് ടിഫർ 2017 വന്ന ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്ററി മെട്രിക്സ് ഈസ് എക്സ്പാൻഡ് ഇൻ ടേംസ് ഓഫ് ഹെർമീഷ്യൻ മെട്രിക്സ് എച്ച്. A unitary matrix U is expanded in terms of a Hermitian matrix H such that U is equal to e raised to I pi h by 2 if we know that H is equal to 1 by 2, 0, root 3 by 2, 0, 1, 0, root 3 by 2, 0 minus half, then U must be, U എന്താണെന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ യു എ എ അല്ല യു എന്നാണ് യു. അപ്പോൾ യു യൂണിറ്ററി മെട്രിക്സ് ആണ്. നമ്മൾ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്. യൂണിറ്ററി നമുക്ക് 4 ഓപ്ഷൻസ് ആണ് നിൽക്കുന്നത്. എ ഓപ്ഷൻ ഞാൻ പറയാം. ഐ 1/2 റൂട്ട് 3/2, 1/2 ഐ 1/2 റൂട്ട് 3/2, 1/2 ഐ
ബി ഓപ്ഷൻ എന്ന് പറയുന്നത് I/2 0 I√3/2 0 I0 I√3/2 0 - I/2. ദെൻ സി എന്ന് പറയുന്നത് 1 0 √3 0 2 0 √3 0 -1. ദെൻ ഡി എന്ന് പറയുന്നത് 2I 1 √3/2 1 2I 0 √3/2 0 2I. ഈ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതൊരു ഡിഫറൻറ്റ് വന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് ഓഫ് യൂണിറ്ററി മെട്രിക്സ് നമ്മൾ അപ്ലൈ ചെയ്യുക. എന്താണ് റോ ഒരു നോർമലൈസ്ഡ് വെക്ടറായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പം ജസ്റ്റ് R1.R1 എടുക്കുമ്പോൾ 1 കിട്ടണം. അങ്ങനെ കിട്ടുന്ന എത്ര ഓപ്ഷൻസ് ഉണ്ടെന്ന് നോക്കുക. ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുമ്പം നമുക്ക് കിട്ടുമോ നോക്ക്. 1² + 1/4 + 3/4 ഈ കിട്ടത്തില്ല. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ അല്ല. സെക്കൻഡ് ഓപ്ഷൻ 1/4 + 3/4 അത് കിട്ടും. ഹിയർ 1 + 1² + √3² അതും കിട്ടത്തില്ല. അപ്പോൾ അതുമല്ല. ഇതോ 4 + 3/4² മീൻസ് √3/2². അപ്പോൾ 3/4 എന്ന് കിട്ടും അല്ലേ? അതുമല്ല. പിന്നെ അതിനകത്ത് ഏക ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ഉണ്ടോ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇതാണ് കറക്റ്റ് ആൻസർ. സോ എന്തൊരു എളുപ്പമായിട്ടാണ് നമ്മൾ ചെയ്യുക. നമ്മളൊന്നും ചെയ്തില്ല. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയഗണലൈസേഷൻ വഴിയൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ സിമുലാർ ട്രാൻസ്ഫോർമേഷൻ അതൊരു സ്പെഷ്യൽ കേസാണ് ഡയഗണലൈസേഷൻ വരുന്നത്. അത് വെച്ചൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ അതുകൊണ്ടൊന്നും നമ്മൾ പോയിട്ടില്ല. ഡയറക്റ്റ് യൂണിറ്ററി മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടി യൂണിറ്റ്സ് നമ്മൾ ഓപ്ഷൻ മാർക്ക് ചെയ്തു. കണ്ടോ? വളരെ എളുപ്പമല്ലേ ഡിഫറൻറ്റ് ക്വസ്റ്റ്യൻസൊക്കെ. സോ നമ്മൾ ഡിഫറെൻറ്റ് മെട്രിക്സസ് നമ്മളിവിടെ പരിചയപ്പെട്ടു. ഇത്രയാണ് ഡിഫറെൻറ്റ് മെട്രിക്സസ് എനിക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിഫറെൻറ്റ് ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ.